ധവളപത്രത്തെ ചൊല്ലി സഭയിൽ കൊമ്പുകോർത്ത മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും. ധവളപത്രം ഉമ്മാക്കിയല്ല കണ്ണാടിയാണെന്ന് പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ധവളപത്രം തയ്യാറാക്കുന്നതിൽ കൃത്യമായ ഫാക്ട് ചെക്കിംഗ് നടന്നിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ധവളപത്രം എന്ന പേരിൽ പൊളിറ്റിക്കൽ ഡോക്യുമെന്റാണ് സഭയിൽ വെച്ചത് എന്നാണ് പിണറായി വിജയന്റെ വിമർശനം. ധനവകുപ്പിനെ ഇരുട്ടിൽ നിർത്തി പുറത്തുള്ള പ്രത്യേക സമിതി ധവളപത്രം തയ്യാറാക്കിയത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് KN ബാലഗോപാൽ ആരോപിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരു കാര്യമില്ലാതെ പറഞ്ഞു ധവളപത്രം എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തേണ്ടാണ്. സാർ, ഞാൻ അങ്ങയോട് വളരെ വിനയത്തോടു കൂടി പറയുന്നു, സാർ, ഈ ധവളപത്രം ഉമ്മാക്കിയല്ല, നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കണ്ണാടിയാണ്. അങ്ങ് പറഞ്ഞു ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്. സാർ, ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപുള്ള എല്ലാ ഗവൺമെന്റുകളും ധനകാര്യ വകുപ്പാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. സാർ, ഇവിടെ ധനകാര്യ വകുപ്പല്ല തയ്യാറാക്കിയത്. ധനകാര്യ വകുപ്പ് നേരത്തെ തയ്യാറാക്കിയ അത്തരം ഡോക്യുമെന്റുകൾ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് വിചിത്രമായൊരു വാദഗതിയായി. സർ, ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. നമ്മുടെ ഫിനാൻസിന്റെ ഫ്ലോയും ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും പ്രൊജക്ഷനും ഒക്കെ ധനകാര്യമന്ത്രി കാണും, ധനാഢ്യ സെക്രട്ടറി കാണും, വളരെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ കാണും. സർ, ഈ ഡോക്യുമെന്റ് എല്ലായിടത്തും പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക രഹസ്യ രേഖകൾ ആർക്കും കൊടുക്കില്ല എന്നുള്ള സത്യപ്രതിജ്ഞയുടെ ലംഘനം കൂടിയാണ് സാർ അങ്ങനെ പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഋഷിപാൽ വിവരങ്ങളുമായി. ഋഷിപാൽ, സഭയിൽ ആദ്യം പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് രാഷ്ട്രീയ പ്രതികരണമായിരുന്നു. ഇപ്പോൾ ഈ ധവളപത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ച ശേഷം ആ രാഷ്ട്രീയ ആരോപണത്തിലുള്ള മറുപടി കൂടി മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഈ കൊമ്പുകോർക്കൽ? സ്മൃതി, UDF സർക്കാർ ഒടുവിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ധവളപത്രം പുറത്തിറക്കിയതാണ്. പിന്നീട് വന്ന LDF സർക്കാർ സമാനമായി ധവളപത്രത്തിലൂടെയാണ് അവരുടെ ഭരണം തുടങ്ങുന്നത്. UDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ആ പ്രഖ്യാപനമായിരുന്നു ധവളപത്രം പുറത്തിറങ്ങി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ്. അവിടെ ഒരു പുതിയ തുടക്കം കൂടിയാണ്. സാമ്പത്തിക സ്ഥിതി വലിയ പ്രതിസന്ധി ഉണ്ടെന്ന് നേരത്തെ തന്നെ കഴിഞ്ഞ സർക്കാർ തന്നെ അത് സമ്മതിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എത്രത്തോളം സംസ്ഥാനത്തിന് ബാധ്യതയുണ്ട്, ആ ബാധ്യതയുടെ മുകളിൽ നിന്ന് വേണം വരുമാനം വർദ്ധിപ്പിച്ച് അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇതിന്റെ ഒരു തയ്യാറെടുപ്പ് കൂടിയായി അതിനെ വിലയിരുത്തണം. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തയ്യാറെടുപ്പിന്റെ ഭാഗമായി വിദഗ്ധ സമിതിയെ നിശ്ചയിക്കുകയും തയ്യാറാക്കി ധവളപത്രം ഇന്ന് നിയമസഭയിൽ എത്തുകയും ചെയ്തത്. ഇങ്ങനെ ഒരു വാദമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി VD സതീശന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷേ അതിനെ കൃത്യമായി എതിർത്തുകൊണ്ട് പ്രതിപക്ഷം ഉയർത്തുന്നത് ഇതൊരു രാഷ്ട്രീയ രേഖയെന്ന്. അതിനവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഇത് വിദഗ്ധ സമിതിയാണ്, ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം തയ്യാറാക്കിയത്, രേഖകളൊക്കെ പുറത്തു നൽകി അവർ തയ്യാറാക്കിയതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയ രേഖയായി മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്ന വാദമാണ് അവിടെ ഉയർത്തിയത്. അതിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് മുഴുവൻ രേഖകളും പരിശോധിച്ച് എല്ലാം സത്യസന്ധമായി തയ്യാറാക്കിയതാണ്. ഇത് ഓരോ വകുപ്പുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ ലാഭനഷ്ടത്തിന്റെ കണക്കുകൾ എല്ലാം വ്യക്തമാക്കുന്ന ഒരു രേഖ. ആ രേഖയാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി. കൃത്യമായ ഒരു സാമ്പത്തിക സ്ഥിതി അതാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ അതിൽ വലിയ രാഷ്ട്രീയ വിമർശനങ്ങളുണ്ടായി. ഇനി ഇത് സംബന്ധിച്ച് ധനമന്ത്രി ഈ ധവളപത്രം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാലിന്റെ വാർത്താ സമ്മേളനം കൂടിയുണ്ട്. നിയമസഭയ്ക്കകത്ത് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനുമായി മുഖ്യമന്ത്രി VD സതീശൻ ഏറെ നേരം അത് വാഗ്വാദമായി തന്നെയാണ് മുന്നോട്ട് പോയത്. പിന്നീട് അവിടെ ഏറ്റവും ഒടുവിൽ ഈ നയപ്രഖ്യാപനത്തിലെ നന്ദിപ്രമേയ ചർച്ചയോട് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ പോലും പലപ്പോഴായി ചർച്ചകൾ നീണ്ട് അത് രാഷ്ട്രീയ സംവാദത്തിലേക്ക് നീളുകയും ചെയ്തിരുന്നു. വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ വിശദീകരിക്കുന്നത് നോക്കാം.